അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 1ാം ഭാഗത്തിലെ 6ാമത്തെ പാഠം അൽ മദ്ദുൽ അസ്ലി എന്ന പാഠത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. ഇതുവരെ നമ്മൾ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ, സാക്കിനായ മീമിൻ്റെ വിധികളൊക്കെ പഠിച്ചു. ഇനി മദ്ദിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ സിമ്പിളായിട്ടുള്ള വിഷയമാണ്, പെട്ടെന്ന് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. നമുക്ക് പാഠമൊന്ന് വായിക്കാം. ഖാല എന്നതിലെ അലിഫും ഖീല എന്നതിലെ യാഉം യഖൂലു എന്നതിലെ വാവും ശ്രദ്ധിക്കുക. ഖാല എന്നതിലെ അലിഫും ഖീല എന്നതിലെ യാ, യഖൂലു എന്നതിലെ വാവും ശ്രദ്ധിക്കുക. അലിഫ് കൊണ്ട് ഫത്ഹയെയും യാ കൊണ്ട് കസ്റയെയും വാവ് കൊണ്ട് ലൊമ്മയെയും നീട്ടുന്നതിനാണ് മദ് എന്ന് പറയുന്നത്. എന്തിനാ മദ് അറിയാം? അലിഫ് കൊണ്ട് ഫത്ഹയെയും, ഉദാഹരണത്തിനൂടെ കൊടുക്കാം. കാല കണ്ടാ, കല എന്നല്ല പറഞ്ഞത്, കാ എന്നല്ല, കാഫിൻ്റെ ഫത്ഹനെ നീട്ടിയത് എന്തായിട്ടാ? അലിഫേറ്റ്. അപ്പോൾ കാല എന്ന് പറഞ്ഞു. ഓക്കെ, കാല. അലിഫ് കൊണ്ട് ഫത്ഹയെയും യാ കൊണ്ട് കസ്റയെയും, യാ കൊണ്ട് കസ്റിനെ നീട്ടി. എങ്ങനെ? ഖീല കണ്ടാ, കാഫിന് കസ്റാണ്, ആ കസ്റിനെ എങ്ങനെ നീട്ടി? യാ കൊണ്ട് നീട്ടി. അപ്പോൾ ഖീല എന്ന് പറഞ്ഞു. വാവ് കൊണ്ട് ലൊമ്മയെയും, വാവ് യഖൂലു എന്ന് പറയുമ്പോൾ കാഫിന് എന്താണ്? ലൊമ്മാളുള്ളത്. ആ ലൊമ്മിനെ നീട്ടി എന്തായിട്ടാ? വാവേറ്റ്. അപ്പോൾ യഖൂലു. അപ്പോൾ ആ രൂപത്തിൽ അലിഫ് കൊണ്ട് ഫത്ഹയെയും യാ കൊണ്ട് കസ്റയെയും വാവ് കൊണ്ട് ലൊമ്മയെയും നീട്ടുന്നതിനാണ് മദ് എന്ന് പറയുന്നത്. അപ്പോൾ മദ് എന്ന് പറഞ്ഞാൽ, മദ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, അലിഫ് കൊണ്ട് ഫത്ഹയെയും യാ കൊണ്ട് കസ്റിനെയും വാവ് കൊണ്ട് ലൊമ്മയെയും നീട്ടുന്നതിനാണ് മദ് എന്ന് പറയുന്നത്. ഈ അക്ഷരങ്ങൾക്ക് മദ്ദക്ഷരങ്ങൾ എന്ന് പറയുന്നു. ഏതക്ഷരങ്ങൾക്ക്? ഈ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുണ്ടല്ലോ, അതേതൊക്കെയാണ്? അലിഫും അതുപോലെ യാ, വാവ്. അലിഫ്, വാവ്, യാ, ഇതാണ് ഏത്? മദ്ദക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ആ 3 അക്ഷരങ്ങൾക്കാണ് മദ്ദക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മദ്ദക്ഷരങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ അലിഫ്, വാവ്, യാ. മദ്ദക്ഷരമുള്ള പദങ്ങളിൽ അവ ഒഴിവാക്കലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവ നൽകലും തെറ്റാണ്. എങ്ങനെ? മദ്ദക്ഷരങ്ങളുള്ള പദങ്ങളിൽ അവ ഒഴിവാക്കുക. അപ്പോൾ കാല എന്ന് പറഞ്ഞിട്ട് കല എന്ന് പറയാം, അങ്ങനെ പറയലും, അല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവ നൽകൽ. ഇത് മദ്ദക്ഷരം ഇല്ലാത്ത സ്ഥലത്ത്, ഇപ്പോൾ ഇവിടെ ഖലക്ക എന്നുള്ളിടത്ത് മദ്ദക്ഷരം ഇല്ലല്ലോ. അപ്പോൾ ഖാ കഴിഞ്ഞിട്ട് ഫത്തഹന് നീട്ട് അലിഫാൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഖാലക്ക എന്ന് പറഞ്ഞു, അങ്ങനെ പറയലും. അപ്പോൾ മദ്ദക്ഷരമുള്ള പദങ്ങളിൽ ഒഴിവാക്കലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവ നൽകലും തെറ്റാണ്. 2 രീതിയല്ലേ? ഉള്ളിടത്തോട്ട് ഒഴിവാക്കാനും പറ്റൂല, ഇല്ലാത്ത സ്ഥലത്ത് കൊടുക്കാനും വേണ്ട. 2 അങ്ങനെ ചെയ്യലെന്താണ്? തെറ്റാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് ഇല്ലാത്ത സ്ഥലത്ത് മദ് കൊണ്ടുവരലും മദ്ദുള്ള സ്ഥലത്ത് ഉച്ചരിക്കാതിരിക്കലും തെറ്റാണ്. നീട്ടാതിരിക്കലും എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് മദ്ദുകൾ ശ്രദ്ധിച്ച് ഖുർആൻ പാരായണം ചെയ്യണം. മദ്ദുകൾ അസ്ലി, ഫർഇ ഇങ്ങനെ 2 വിധമുണ്ട്. മദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുമ്പ് പറഞ്ഞു. ഇനി മദ്ദുകൾ എത്ര ഐറ്റം ഉണ്ട്? 2 ഐറ്റം ഉണ്ട്. ഏതൊക്കെയാണത്? മദ് അസ്ലി, മദ് ഫർഇ. മദ് അസ്ലി, മദ് ഫർഇ, ഇങ്ങനെ 2 ഐറ്റം. ഖാല, ഖീല, യഖൂലു എന്നിവയിലുള്ളതുപോലെ മദ്ദക്ഷരം ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. മദ്ദുകൾ 2 ഐറ്റം ഉണ്ട്. ഒന്നാമത്തെ അസ്ലി എന്നല്ല പറഞ്ഞത്, ആ അസ്ലി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? മദ്ദക്ഷരം ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഖാല എന്നതിലെ മദ്ദക്ഷരം ഏതാണ്? അലിഫാണ്. അപ്പോൾ ആ അലിഫ് അവിടെ ഉണ്ട്, ആ അലിഫിനെ നീട്ടാനുള്ളതാണ് ഇത് ഖാല, അത്ര മാത്രം. ഖല എന്ന് പറയാൻ പറ്റില്ല, ഖാല കൂടുതൽ നീട്ടാൻ പറ്റില്ല. അപ്പോൾ മദ് അസ്ലി ആവുകയില്ല. ഖീല ആ രൂപത്തിൽ പറയാം. അപ്പോൾ നമ്മൾ ആ മലയാള വാക്കുകൾ നോക്കുകയാണെങ്കിൽ മൂക്ക്, ഈ മൂക്ക് എന്നുള്ള വാക്ക് ഒരുപാട് നീട്ടിയെന്നാൽ മൂക്കായി പോകും. എന്നാൽ തീരെ നീട്ടാതെ നിന്നാലോ മുക്കായി പോവും. അതേപോലെ കാല് എന്നുള്ള വാക്ക്, കാല് കൂടുതൽ നീട്ടിയാൽ കാലാവും, തീരെ നീട്ടാതിരുന്നാലോ കലി എന്നാകും. അപ്പോൾ മദ്ദക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. വലയാലിൻ ആശിർ, വലയാലിൻ ആശിർ, അവിടെ യാഇൻ്റെ ഫത്ഹനെ നീട്ടാൻ അലിഫ് വന്നു. അടുത്ത് വലം യംസസ്നി ബശറുൻ, വലം യംസസ്നി ബശറുൻ,
അവിടെ കെസറിനെ നീട്ടാൻ യാ വന്നു. അപ്പോൾ ആ അക്ഷരത്തെ മദ്ദക്ഷരത്തെ ആ യാഇന് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുക. അതിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. അടുത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അഊദു ആ ചെറിയൊരു നീട്ടൽ മദ്ദക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുക. ഖുൽ ലൊമ്മിനെ നീട്ടാനാണ് അവിടെ വാവ് വന്നിട്ടുള്ളത്. ഇങ്ങനെ അടുത്ത ഉദാഹരണം ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇവിടെ ഷാ എന്നുള്ളതിൻ്റെ ഫതഹിനെ ഷീനിൻ്റെ ഫതഹിനെ നീട്ടാൻ അലിഫ് വന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നീട്ടുന്നു. ഒത്തൂന എന്ന് കൂടുതൽ നീട്ടാൻ പറ്റില്ല, തീരെ ഇല്ലാതെ ഒത്തൂന. അപ്പോൾ ആകെ അർത്ഥങ്ങളൊക്കെ മാറിപ്പോകും. ഒത്തൂന മദ്ദക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ് അസ്ലി എന്ന് പറയുക. അപ്പോൾ ഇവിടെ ലാമിന് ലൊമ്മ് വന്നു, ലൊമ്മിനെ നീട്ടാൻ വാവ് വന്നു. ഇനി വലസൗഫ യുഅ്തീക റബ്ബുക. യുഅ്തീക ത്വാഇന് കസ്റിനെ നീട്ടാൻ എന്ത് വരുന്ന പറഞ്ഞത് യാ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മദ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. അലിഫ് കൊണ്ട് ഫതഹിനെയും യാ കൊണ്ട് കസ്റിനെയും വാവ് കൊണ്ട് ലൊമ്മയെയും നീട്ടുന്നതിനാണ് മദ് എന്ന് പറയുന്നത്. പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതാട്ട വിഷയം. മദ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പറഞ്ഞു. അലിഫ് കൊണ്ട് ഫത്ഹയെയും യാ കൊണ്ട് കസ്റയെയും വാവ് കൊണ്ട് ലൊമ്മയെയും നീട്ടുന്നതിനാണ് മദ് എന്ന് പറയുന്നത്. ഈ അക്ഷരങ്ങൾക്ക് ഈ അലിഫ് വാവ് യാ എന്നീ 3 അക്ഷരങ്ങൾക്ക് എന്തെന്ന് പറയും? മദ് അക്ഷരങ്ങൾ എന്ന് പേര് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞെന്താ, മദ്ദക്ഷരമുള്ള പദങ്ങളിൽ അവ ഒഴിവാക്കാൻ പാടില്ല, നീട്ടാതെ ഓതാൻ പാടില്ല. അതുപോലെ മദ്ദക്ഷരം ഇല്ലാത്തൊരു സ്ഥലത്ത് മദ്ദക്ഷരം എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാനും പാടില്ല. രണ്ടും തെറ്റാണ്. പിന്നെ നമ്മൾ പറഞ്ഞ മദ് 2 ഐറ്റം ഉണ്ട്. മദ് അസ്ലി, മദ് ഫർഇ. ഇങ്ങനെ 2 ഐറ്റം ഉണ്ട്. മദ് അസ്ലിയെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറഞ്ഞത്. ഫർഇ അടുത്ത പാഠത്തിൽ വരുന്നുണ്ട്. മദ് അസ്ലി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? മദ്ദക്ഷരം ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തേത് നക്തഷിഫുൽ ഹുറൂഫൽ മദ്ദി മിനൽ ആയാത്തി വനക്തുബ് 3 കലിമാത്തൻ ലികുല്ലി ഹുറൂഫിൻ. അടിയിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിന് അലിഫ് വാവ് 3 മദ്ദക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അലിഫ് വാവ് യാ. അപ്പോൾ ഈ കാണുന്ന ആയത്തുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉദാഹരണങ്ങൾ കണ്ടെത്തണം. ഇവിടെ കാണുന്ന ആയത്തുകളിൽ നിന്ന് എന്ത് ചെയ്യണം? ഉദാഹരണങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അലിഫിന് എന്ത് ചെയ്യാം? 3 ഉദാഹരണങ്ങൾ ഓരോന്ന് എഴുതണം. അലിഫിന് നമ്മൾ കാന, ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഉണ്ട് കാന. ഉണ്ടാ ഫത്തഹിനെ നീട്ടാൻ അലിഫ് അവിടെ വന്നു. രണ്ടാമത്തെ അഫ്വാജ, ഉണ്ടാ വാവിൻ്റെ ഫത്തഹിനെ നീട്ടാൻ അലിഫ് വന്നു. അടുത്തത് അബുവാബൻ എഴുതിയിട്ടുള്ളത്, അബുവാബൻ. ഇവിടെയും വാവിൻ്റെ ഫത്തഹിനെ നീട്ടാൻ അലിഫ് വന്നു. അടുത്തത് വാവിനെ നീട്ടുന്നത് ഫിസ്സൂർ. ഇങ്ങനെ ഫിസ്സൂർ രണ്ടാമത്തെ ആയത്തിൽ ലൊമ്മയെ നീട്ടാൻ ഇവിടെ വാവ് വന്നു. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ യദൂക്കൂന എന്നാണ് പറഞ്ഞത്. യദൂക്കൂന എന്നുള്ള ഉദാഹരണം. അങ്ങനെ ഓരോന്നിനും ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് ഈ പാഠത്തിൽ തന്നെ ഈ ആയത്തുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഓരോന്നും എഴുതുക. യദൂക്കൂന, യർജൂന, മീഖാത്ത എന്നുള്ള ഇവിടെ കെസറിനെ നീട്ടാൻ യാ ആണ് വന്നിട്ടുള്ളത്. അടുത്ത് ലിത്താഗീന, അവിടെ ഗൈന് കെസറിനെ നീട്ടാൻ യാ വന്നു. അങ്ങനെ 3 ഉദാഹരണങ്ങൾ ഓരോന്നിനും എഴുതുക. ഇനി അടുത്ത് നുജീബ് ഉത്തരം എഴുതാനുള്ളത്. 1 മദ്ദക്ഷരങ്ങൾ ഏതെല്ലാം? ആൻസർ അലിഫ് വാവ് യാ. 2 മദ് അസ്ലി എന്നാൽ എന്ത്? മദ്ദക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. 3 മദ്ദുകൾ എത്ര വിധം? ആൻസർ 2 വിധം. മദ്ദുകൾ ഏതെല്ലാം? 4ാമത്തെ ചോദ്യം മദ്ദുകൾ ഏതെല്ലാം? മദ് അസ്ലി, മദ് ഫർഇ. ഇനി മൂന്നാമത് നമുദ്ദുൽ ഹുറൂഫൽ ആത്തിയ, താഴെ കൊടുത്ത അക്ഷരങ്ങളെ നീട്ടി ഓതാനാണ്. എങ്ങനെ കൊടുക്കണം? അലിഫ് കൊടുത്തിട്ടും വാവ് കൊടുത്തിട്ടും യാവ് കൊടുത്തുകൊണ്ടും നീട്ടി എഴുതാനാണുള്ളത്. ബാഇനെ നമ്മൾ ബാഇൻ്റെ ഫത്തഹിനെ അലിഫ് കൊണ്ട്, ഫത്തഹിനെ നീട്ടൽ അലിഫ് കൊണ്ടാണ്. അപ്പോൾ ബാ എന്ന് എഴുതും. അതേ രൂപത്തിൽ പിന്നെ ലൊമ്മിനെ നീട്ടൽ വാവ് കൊണ്ടാണ്. അപ്പോൾ ബൂ. അടുത്തത് യാവ് കൊണ്ട്, കെസറിനെ നീട്ടൽ യാവ് കൊണ്ടാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബി. ആ രൂപത്തിൽ ഓരോന്ന് അങ്ങനെ എഴുതുക. അപ്പോൾ ജീമിനെ നീട്ടുമ്പോൾ ഫത്തഹിനെ നീട്ടുകയാണെങ്കിൽ ജാന്ന്, ലൊമ്മിനെ നീട്ടുമ്പോൾ ജൂ, വാവ് കൊടുത്ത് നീട്ടുന്നു, കെസറിനെ നീട്ടുമ്പോൾ ജി എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ അക്ഷരങ്ങളും ആ രൂപത്തിൽ എഴുതി ഇൻഷാ അല്ലാഹ് അതേ രൂപത്തിൽ നീട്ടാനും പരിശീലിക്കുക. അതിന് ശേഷമുള്ളത് തഖ്സീസാണ്. തഖ്സീസ് സൂറത്ത് നഖർ, സൂറത്ത് സബ, നക്തശു മിന്നൽ മദ്ദൽ അസ്ലി. സൂറത്ത് സബ പാരായണം ചെയ്യുമ്പോൾ മദ് അസ്ലിയെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സൂറത്ത് പാരായണം ചെയ്യാനാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.